ഇനി കാസർകോട്ടേക്കാണ്. കാസർഗോഡ് ചിറ്റാരിക്കലിൽ യുവാവിന് വെടിയേറ്റു. ഭീമനടി സ്വദേശി സുജിത്തിനാണ് നാടൻ തോക്കിൽ നിന്ന് വെടിയേറ്റത്. തോക്ക് പരിശോധിക്കുമ്പോൾ അബദ്ധത്തിൽ വെടിയേറ്റെന്നാണ് സംശയം. പരിക്കേറ്റ യുവാവ് ഇപ്പോൾ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അരുൺ പൂപ്പറമ്പ. എങ്ങനെയാണ് ഇയാൾക്ക് വെടിയേറ്റത്? സുജയ്, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഭീമനടി സ്വദേശിയായിട്ടുള്ള സുജിത്തിനാണ് വെടിയേറ്റത്. ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അബദ്ധത്തിൽ വെടിയേറ്റതാകാം എന്നൊരു സംശയമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. സുജിത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തുമ്പോൾ സുജിത്ത് പറയുന്നത് ഈ തോക്ക് പരിശോധിക്കുമ്പോൾ അബദ്ധത്തിൽ വെടിപൊട്ടിയതാണ് എന്നാണ്. പോലീസ് അത് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ നാടൻ തോക്കിന് ലൈസൻസ് ഇല്ല എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സുജിത്ത് എന്തിനാണ് ഇത്തരത്തിൽ തോക്ക് കൈവശം വെച്ചത്, അതോടൊപ്പം ഇതെങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് എന്തായാലും ചിറ്റാരിക്കൽ പോലീസ് കടന്നിട്ടുണ്ട്. രണ്ട് സംശയമാണ് പോലീസ് പറയുന്നത്. അതിലൊന്ന്, ഈ സുജിത്ത് കർഷകൻ കൂടിയാണ്. വലിയ വന്യജീവി ശല്യമുള്ള ഒരു പ്രദേശത്താണ് സുജിത്ത് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം തോക്ക് കൈവശം വെച്ചതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ നായാട്ട് സംഘങ്ങൾ കൂടിയുള്ള ഒരു വനമേഖലയാണ് അവിടെ. അപ്പോൾ അത്തരം എന്തെങ്കിലും നായാട്ടിന് വേണ്ടി കയ്യിൽ കരുതിയതാണോ എന്ന സംശയവും കൂടിയുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ തോക്കിന് ലൈസൻസ് ഇല്ല എന്നതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്. അബദ്ധത്തിൽ വെടിയേറ്റു എന്നാണ് സംശയം.